ഇന്ത്യൻ ഫുട്ബോളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോസിറ്റീവ് കാര്യങ്ങളും കൂടി സംസാരിക്കണമല്ലോ. കാരണം എപ്പോഴും നമുക്കറിയാം എന്തൊക്കെയാണ് അവസ്ഥ എന്നുള്ളത്. രണ്ട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാനാണ് ഇന്ന് പോകുന്നത്. ആദ്യത്തെ ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയുടെ വുമൺസ് ആരോസ് ടീം IW2 കളിക്കും എന്നുള്ളതാണ്. വെച്ച് കഴിഞ്ഞാൽ ടോപ്പ് ടയറിൻ്റെ ഒരു നെക്സ്റ്റ് ടയറാണ്. അപ്പോൾ ISLും ഐ ലീഗും എന്നൊക്കെ പറയുന്നത് പോലെ ഇതൊരു ക്വാളിഫയർ പ്രോസസ്സിലൊക്കെയാണ് മത്സരങ്ങൾ നടക്കുന്നത്. ഒരു കംപ്ലീറ്റ് ലീഗ് എന്ന് പറയുന്ന ഒരു രീതിയിലൊന്നും അല്ല മത്സരങ്ങൾ നടക്കുന്നത് എന്നുള്ളതാണ്. ജോക്കിം അലക്സാണ്ടേഴ്സൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിദേശ പരിശീലകനാണ് അവരുടെ പരിശീലക സ്ഥാനത്തുള്ളത് എന്നുള്ളതാണ്. സോ ഇതൊരു പ്രിപ്പറേഷൻ ആയിരിക്കും. അതായത് സാഫ് അണ്ടർ-17 അല്ലെങ്കിൽ AFC ഏഷ്യൻ കപ്പ് ക്വാളിഫയറിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ എന്ന നിലയിലായിരിക്കും ഉണ്ടാകുക എന്നുള്ളതാണ്. ബംഗളൂരുവിലാണ് ജനുവരിയിൽ ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. മത്സരങ്ങൾ ഇനി നടക്കാൻ പോകുന്നത് ബംഗളൂരുവിൽ തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. 4 മത്സരങ്ങളാണുള്ളത്. ഈ മത്സരങ്ങളിലൊക്കെ വിജയിച്ച് ഒരു മേലെ എത്തിക്കഴിഞ്ഞാൽ പ്രൊമോട്ട് ആകാനുള്ളൊരു സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ IWL കൂടി കളിക്കാനുള്ളൊരു സാഹചര്യം വരും. അത്രയും മാച്ചസ് കിട്ടും. ഇപ്പം സെപ്റ്റംബറിലേക്കാണ് സാഫ് വരുന്നത്, അതിനുശേഷമാണ് ക്വാളിഫയേഴ്സ് വരുന്നത്. അപ്പം അത്രയും സമയമുണ്ട്, പ്രിപ്പയർ ചെയ്യാനൊരു വലിയ സമയം മുന്നിൽ കിടക്കുന്നു എന്നുള്ളതാണ്. ഇപ്പം ഈ ഒരു മത്സരങ്ങൾ വരുമ്പോഴത്തേക്കും സീനിയർ ആയിട്ടുള്ള പ്ലേയേഴ്സുമായിട്ടാണ് കളിക്കേണ്ടി വരും. അപ്പം കോച്ച് തന്നെ പറയുന്നുണ്ട് സീനിയർ പ്ലേയേഴ്സായിട്ട് കളിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഒപ്പോണൻസായിട്ട് കളിക്കുന്നതിൻ്റെ ഒരു എക്സ്പീരിയൻസ് നേടിയെടുക്കാനായിട്ട് സാധിക്കും. അത് ഈ ഒരു ടീമിന് ഗുണം ചെയ്യും. കാരണം വളരെ യങ്ങായിട്ടുള്ളൊരു സ്ക്വാഡാണല്ലോ ഇത്. അതുപോലെ മറ്റൊരു കാര്യമാണ്, മുമ്പ് AFFന്റെ ടെക്നിക്കൽ കമ്മിറ്റി ഒരു റെക്കമെൻഡേഷൻ നടത്തിയിരുന്നു ഇന്ത്യയുടെ അണ്ടർ-20 ടീമിൻ്റെ പരിശീലകൻ എന്ന നിലയിലേക്ക് ബിബിയാനോ ഫെർണാണ്ടസിനെ കൊണ്ടുവരിക എന്നുള്ളത്. നമുക്കറിയാം കഴിഞ്ഞ പ്രാവശ്യത്തെ അണ്ടർ-20 ടീമിൻ്റെ അവസ്ഥ എന്തായിരുന്നു എന്നുള്ളത്. അതിൽ നിന്ന് ഇതൊരു മികച്ച ഡിസിഷനായിട്ട് മാറുന്നു എന്നുള്ളതാണ്. സോ അന്ന് അദ്ദേഹം ബംഗളൂരു FCയുടെ റിസർവ് ടീമിൻ്റെ പരിശീലനമായിട്ടിരിക്കുകയാണ്. എന്നാലും ആ ഒരു ജോബ് വിട്ടിട്ട് അദ്ദേഹം ഇന്ത്യയുടെ അണ്ടർ-20 ടീമിൻ്റെ പരിശീലനം എന്ന നിലയിലേക്ക് ചാർജ് എടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നമുക്കറിയാം ഇദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ ഇദ്ദേഹം ഒരുപാട് നാൾ അണ്ടർ-17 ഇന്ത്യൻ ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്, നല്ല റിസൾട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. 2018 ഒരു മത്സരം അകലെ മാത്രമാണ് വേൾഡ് കപ്പിലേക്കുള്ളൊരു യോഗ്യത പോലും നമുക്ക് നഷ്ടമാകുന്ന സാഹചര്യത്തിൽ വന്നത്. അങ്ങനെ ഒരു നല്ല പരിശീലകൻ തന്നെയാണ് ഇത്. അദ്ദേഹം തന്നെ പറയുന്നൊരു കാര്യമാണ്, ഇന്ത്യയെ അണ്ടർ-17 അണ്ടർ-20 ലെവലിലൊക്കെ ഒരു ലോകകപ്പിൻ്റെ യോഗ്യത നേടുന്നവരെ അദ്ദേഹത്തിൻ്റെ ഒരു ജോലി തുടരും. അദ്ദേഹത്തിൻ്റെ ഒരു അംബീഷൻ ബംഗളൂരു FC പറഞ്ഞ് മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെയാണ് കോൺട്രാക്റ്റ് ഉണ്ടായിട്ടും അദ്ദേഹത്തിന് പോകാനായിട്ട് ക്ലബ്ബ് അനുമതി കൊടുത്തത് എന്നുള്ളതാണ്. പിന്നെ ഇദ്ദേഹം തന്നെ പറയുന്നൊരു കാര്യമുണ്ട്, ആദ്യം നമ്മൾ അണ്ടർ-17 അണ്ടർ-20 കാറ്റഗറിയിലൊക്കെ ലോകകപ്പിലേക്ക് യോഗ്യത നേടുക, പിന്നീടാണ് നമ്മുടെ സീനിയർ ലെവലിൽ ലോകകപ്പ് ഇന്ത്യ യോഗ്യത നേടുന്ന സ്വപ്നം കാണേണ്ടത് എന്നുള്ളതാണ്. ഇദ്ദേഹം അതിന് കേപ്പബിൾ ആണ് എന്നുള്ള കാര്യം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇന്ത്യയിൽ തന്നെ ഒരു യൂത്ത് ലെവലിൽ വർക്ക് ചെയ്യുന്നതിൽ ഏറ്റവും മികച്ച പരിശീലനം തന്നെയാണ് ബിബിയാനോ ഫെർണാണ്ടസ്. അത് നമ്മൾ ഇനിയിപ്പം എടുത്ത് പറഞ്ഞ കാര്യമില്ല. ഇനി അദ്ദേഹത്തിന് വേണ്ട തരത്തിലുള്ള റിസോഴ്സസും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സ്കൗട്ടിങ് നല്ലതാണ്, അദ്ദേഹത്തിന് എങ്ങനെ മാനേജ് ചെയ്യണമെന്നറിയാം, അദ്ദേഹത്തിൻ്റെ ടാക്റ്റിക്കലി നല്ലതാണ്. അപ്പം അതൊക്കെ അദ്ദേഹത്തിനൊരു നല്ല ലെവലിൽ വന്ന് ഇന്ത്യയെ മുന്നോട്ട് നയിക്കാനായിട്ടൊക്കെ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പം ഇതൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണ് തീർച്ചയായിട്ടും കമ്പോസിറ്റ് ഒരു സൈനിങ്.